മക്കളെ ഏതായാലും കുരുവട്ടൂരികളുടെ അടപ്പ് ആപ്പീസ് പൂട്ടിയിരിക്കുന്നു കേട്ടോ. ഐറ്റങ്ങൾ ആപ്പീസ് പൂട്ടി. ഒരു ചെറിയ ചെക്കണ്ട് കയറിയാണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചെറിയ ചെക്കന്മാർ കുട്ടികൾ അടക്കം ഈ കുരുവട്ടൂരികളുടെ ഈ കോമാളിത്തരം കണ്ടിട്ട് അത്ഭുതപ്പെട്ട് അവർ വരെ വീഡിയോ ചെയ്യലെടുത്തി. കുട്ടികൾ വരെ വീഡിയോ ചെയ്യലെടുത്തി. ഞാൻ അപ്പോൾ ഒരാഴ്ച ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ കുട്ടീൻ്റെ വീഡിയോ അങ്ങനെ കാണുമ്പോഴേ ആ കുട്ടിയുടെ ബുദ്ധി പോലും ഈ കോമാട്ടുചാലിന് അബ്ദുള്ളക്കോ അതല്ലെങ്കിൽ കോളാമ്പിയായൻ ഉഷാദനോ അല്ലെങ്കിൽ തെറിവീരൻ കുഞ്ഞേമീനോ അല്ലെങ്കിൽ പമ്പൈസ് പിന്നെ കുഞ്ഞാപ്പൂനോ ഒന്നും എന്ത് ചെയ്തില്ല. ഇങ്ങനത്തെ ആ കുട്ടിയുടെ ഒരു ബുദ്ധി പോലും വന്നില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ കുട്ടി വീഡിയോ ചെയ്യുന്നുണ്ട് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ആ വീഡിയോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇല്ല കേട്ടോ. യൂട്യൂബിൽ നിന്ന് കട്ടുകണ്, യൂട്യൂബിൽ നിന്ന് പോലും എടുത്തുക്കണ്. പക്ഷേ ഈ കുട്ടി അതെന്ത് ചെയ്തു, ശേഖരിച്ച് വെച്ചു. ഏതായാലും ആ കുട്ടി കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കി മക്കളെ. എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണേത്. സമസ്തൻ്റെ സ്ഥാപക ദിനത്തിൽ നടത്തിയ വലിയ സമ്മേളനത്തിൽ ഈ സമസ്ത എന്ന് പറഞ്ഞ ഈ ഒരു സാധനം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് തന്നെ ഖേദിച്ച് ഷംസുൽ അലമയെ ഓർത്ത് കരയണമെങ്കിൽ ഈ സംവിധാനം തന്നെ വേണ്ടായിനി എന്ന് മൂപ്പർക്ക് ഉറപ്പായി. ഈ വീഡിയോ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ തപ്പാൻ നിൽക്കരുത്, കിട്ടൂല. കാരണം അവർ മുക്കിയിട്ടുണ്ട് തപ്പിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടൂല. അതെന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ നിന്ന് മുക്കിയിട്ടുണ്ട് ഈ വീഡിയോ. ഈ സംസാരിക്കുന്നത് ഈ പറഞ്ഞത് ഓൻ തന്നെ തോന്നിപ്പോയി, ഓൻ്റെ ആൾക്കാർക്ക് തന്നെ തോന്നിപ്പോയി, ജാനിയത്ത് സൂഫിയക്കാർക്ക് തന്നെ തോന്നിപ്പോയി എന്ത് ഇത് പറഞ്ഞത് ശരിയായില്ല, ഈ രൂപത്തിൽ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. കാരണം ഇത് നേരെ ആരുടെ നെഞ്ഞത്തേക്കാണ് പോണത്? ഇത് കാന്തപുരം ഉസ്താദിൻ്റെ നെഞ്ഞത്തേക്കല്ല പോണത്. ഈ പ്രസംഗത്തിൻ്റെ അതിൻ്റെ മർജിയിലെയും മഹാനായ മടവൂർ CM വലിയുള്ളാഹിയിലേക്കാണ് ചെല്ലുന്നത്. CM വലിയുള്ളാഹി മോശക്കാരനാണ് എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം. കോമാട്ടുചാലിൽ അദ്ദു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മടവൂർ CM വലിയുള്ളാഹി മോശക്കാരനാണെന്നല്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ അർത്ഥം വരിക, അങ്ങനെയല്ലേ അതിൻ്റെ പിന്നെ മഫ്ഹൂം വരിക. നൗഷാദ് ഭയങ്കര കോളാമ്പി ഭയങ്കര മഫ്ഹൂമിൻ്റെയും ഇതിൻ്റെയൊക്കെ ആളാണല്ലോ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞതും ഈ സംഘടനയ്ക്ക് പിന്നെ സുസ്കാന്തി നൽകിയതും ഈ പരിപാടിയുമായി കൊണ്ട് സഹകരിച്ചതും ഈ പരിപാടിക്ക് അൻതാനൽ ഹഖ് എന്നൊക്കെ പറഞ്ഞതും ഒക്കെ ആരാണ്? മഹാനായ മടവൂർ CM വലിയുള്ളാഹി അല്ലേ? CM വലിയുള്ളാഹി അല്ലേ? അപ്പോൾ CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ കാന്തപുരം ഉസ്താദിനോടും താജുൽ ഉലമയോടും പറഞ്ഞതൊക്കെ കളവാണ് എന്നല്ലേ വരും. അതുപോലെ തന്നെ മാത്രമല്ല കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വാപ്പാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാപ്പാനോടൊക്കെ പറഞ്ഞത് കളവാണ് എന്ന് വരൂലേ, എന്നല്ലേ വരിക. കോമാട്ടുചാലിൽ അദ്ദു പറഞ്ഞ കണക്കിനനുസരിച്ച് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കരഞ്ഞതും അതുപോലെ വിതുമ്പിയതും ഒക്കെ ഈ കോമാട്ടുചാലിൽ അദ്ദു പറഞ്ഞ രൂപത്തിലല്ല. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ ഇങ്ങനെ ആദ്യമായിട്ടൊന്നുമല്ല കരയണത്. സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനൊരു സ്വഭാവമുണ്ട്. ഈമാനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആലിമീങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടോ പറഞ്ഞാൽ കണ്ണിലൂടെ കണ്ണുനീര് വരുന്ന സ്വഭാവം. അത് ഉസ്താദ് ഇന്നും നെല്ലും തുടങ്ങിയതൊന്നുമല്ല. ഉസ്താദിനെ കാണുന്ന കാലം മുതലേ ഉണ്ട്. അന്ന് പണ്ട് മുതലേ ഉസ്താദിൻ്റെ ശൈലി അങ്ങനെയാണ്. ഉസ്താദ് ഈ ഇഖ്ലാസുള്ളൊരു പ്രസംഗം പ്രസംഗിക്കുകയാണെങ്കിൽ ഈമാനുമായി കൊണ്ട് മഹാനായ റിഫായ് ഷെയ്ഖിൻ്റെ കഥ പണ്ട് മലപ്പുറം സ്വലാത്ത് നഗറിൽ വന്നിട്ട് പറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒലിക്കാണ്, താടിയിലൂടെ ഇങ്ങനെ ഒലിക്കുകയായിരുന്നു. അങ്ങനെ പറയുന്ന ആളാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ. ആദ്യമായിട്ടും നല്ല കാര്യമാണ്. എന്നിട്ട് ഇതെടുത്തിട്ട് പറയാണ് എന്ത് അപ്പോൾ ഇതുണ്ടാക്കിയത് തെറ്റായി പോയി എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ഇവൻ സ്വപ്നനഗരിയിൽ വന്നുകാണ്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞുകാണ്ട് ബന്ധുവായിരുന്നിരുന്നു. കോമാട്ടുചാലിലദ്ദു പേരും ദുആ നടത്തിയിരുന്നു. കരഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ കരഞ്ഞു. ഇവൻ്റെ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ അന്ന് പേരോട് ഉസ്താദ് ഇവൻ്റെ നേരെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, നേരെ ബാക്കിലുണ്ട്.
ഈ പേരുടുസ്ഥാനും പൊന്മുളുസ്ഥാനും കറാമത്തുണ്ട് എന്നുള്ള അന്നാ നമ്മൾ മനസ്സിലാക്കിയത്. ആ സ്വപ്നനഗരിയിൽ തറക്കല്ലിടലിൻ്റെ വിഷയവുമായി കൊണ്ട് ഇവനെ കൊടുന്ന് ഇവൻ വന്നുകാണ്ട് എന്ത് ചെയ്തു, പ്രസംഗം ദ്വാ നടത്തുന്ന സമയത്ത് ബമ്പം കരച്ചിൽ. അപ്പോൾ ഇത് കണ്ടുകാണ്ട് പേരോടുസ്താദ് നേരെ ബാക്കിൽ നിന്നു. പേരോടുസ്താദ് നേരെ ബാക്കിൽ നിന്നുകാണ്ട് ഇവൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ടുകാണ്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇവനെങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവൻ്റെ ഈ കാട്ടിക്കൂട്ടലാണെന്ന് പേരോടുസ്താദിന് ബോധ്യപ്പെട്ടു. പൊന്മുളുസ്താദ് പിന്നെ അതിന് മുന്നേ തന്നെ ഇറങ്ങിപ്പോയി ഓൻ്റെ ദ്വാക്ക് കനാവലാച്ചിട്ട്. അങ്ങനെയാണ്. എന്നിട്ട് ഓനാപ്പം എന്നിട്ട് ഇപ്പോൾ ഈ കരച്ചിലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഏതായാലും ആ കുട്ടി ബാക്കി പറയട്ടെ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ AP ഉസ്താദ് EK ഉസ്താദിനെ ആലോചിച്ച് കരഞ്ഞു പോയ വിഷയമാണ്. EK ഉസ്താദിനെ ആലോചിച്ചാണ് AP ഉസ്താദ് ഇന്നലെ ഒന്നും മാത്രമൊന്നുമല്ല, ഉസ്താദ് വഫാത്ത സമയത്ത് ഉസ്താദിന് കബറിനടുത്ത് പോലൊക്കെ ഉണ്ട്. അതുപോലെ തമ്മിൽ പണ്ടേക്കും ഭയങ്കര ബന്ധം തന്നെ ആയിരുന്നു. ഇപ്പോഴും ആ ബന്ധമുണ്ട്. അതിനിപ്പോൾ ആരെ പറഞ്ഞിരുന്നോ, ഓരോ ഷെയ്ഖാനുണ്ട്. എനിക്ക് ഈ ചെറുപ്പക്കാരൻ കുട്ടീൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ചെറുപ്പക്കാരൻ കുട്ടി പറയണേ, അവർ പണ്ടേക്കും പണ്ടേ അങ്ങനെ തന്നെയാണ്. ശംസുൽ ഉലമയുമായി കൊണ്ടുള്ള ബന്ധം, AP ഉസ്താദ് അവിടെ കബറിങ്ങ പോവലും സിയാറത്ത് ചെയ്യലും പല കാര്യങ്ങളുണ്ട്. ഹയാത്ത് കാലഘട്ടത്തിൽ അവസാന സമയങ്ങളിൽ സന്ദർശിച്ച സമയത്തും AP ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് അവിടെ AP ഉസ്താദ് ചെന്ന് സന്ദർശിച്ച സമയത്തും അപ്പോൾ അവർ കൈപിടിച്ചു പറഞ്ഞതും പിന്നെ വിതുമ്പിയതും, അതുപോലെ തന്നെ ശംസുൽ ഉലമയുടെ ഭാര്യ വഫാത്തായ സമയത്ത് അവിടെ ചെന്ന് പിന്നെ നിസ്കാരത്തിന് നേതൃത്വം നൽകിയതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുണ്ട്, അന്ന് മുതലേ ഉണ്ട് എല്ലാ കാര്യങ്ങളും. 1989 പിരിയുന്നത്. 1993 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ സമയത്താണ് ഭാര്യ മരണപ്പെടുന്നത് ശംസുൽ ഉലമൻ്റെ. പിന്നെ ശംസുൽ ഉലമ വഫാത്താകുന്നത് 1996 ആ 93 അവരുമായി കൊണ്ട് നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒന്നിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ AP ഉസ്താദ് വിതുമ്പുന്നത് മഹാനായ സുൽത്താനുൽ ഉലമയെ ഈ രംഗത്തേക്ക് കൊടുന്നത് ശംസുൽ ഉലമയാണ്. ഞങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പിക്കാൻ പലരും ജാസൂസിൻ്റെ പണി നടത്തി. നെമീമത്തുകാരിറങ്ങി. ആ നെമീമത്തുകാർ ഇറങ്ങിയത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെയാണല്ലോ, നെമീമത്തുകാർ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, സംഭവം ഉണ്ടായി. ഏതായാലും ഇനി കോമാട്ടുചാലിൽ അബ്ദുള്ളൻ്റെ ഓരൊക്കെ ഷെയ്ഖായ വടിത്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരാണ് ശംസുൽ ഉലമ എന്നും ആരാണ് കാന്തപുരം ഉസ്താദ് എന്നും ഇവരുടെ നേതാവ് പറയുന്നുണ്ട്. തങ്ങൾ പാപ്പ ഒന്നാൾ പറഞ്ഞെടുത്താണ് ഈ കോമാട്ടുകാർക്ക്. കേട്ടോളി. ശംസുലമ എന്നിട്ടെങ്ങനെ ശംസുലമ എന്നൊന്നും പറയാൻ കാരണം മരിച്ചിട്ടില്ല. നമ്മളെ വടിത്തങ്ങൾ എഴിയൽ ബുഖാരിത്തങ്ങൾ കോമാടൻ്റെ ഷെയ്ഖ് പറയാം ശംസുൽ ഉലമ മരിച്ചിട്ടില്ല തന്നെയായിരുന്നു. അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഏതായാലും ബാക്കി പറയട്ടെ. മരിച്ചെന്നോ വിചാരിച്ചത് ഇവൻ മരിച്ചോനാ വിചാരിച്ചോൻ. ശംസുൽ ഉലമ മരിച്ചു എന്ന് വിചാരിച്ച പിന്നെ ഓനാ മരിച്ചോന് എന്നാണ്. ഒക്കെ ആവട്ടെ. ഇനി അടുത്തത് മരിക്കാത്തോണ്ടാണല്ലോ ബഹുമാനപ്പെട്ട AP ഉസ്താദ് വീണ്ടും പോയിന് അവിടെ ഖബറിൻ്റെ അടുത്ത്. അസ്സലാമലൈക്കും സത്വനോട് പോയിട്ട് പറയോ. AP ഉസ്താദും ശംസുൽ ഉലമയുടെയും ബന്ധം അത്രയും സ്നേഹമുള്ള ബന്ധമാണ്. ആ ബന്ധം കാരണമാണ് അവർ തമ്മിലുള്ള ബന്ധം. അത് അനുഗ്രഹിക്കട്ടെ. വളരെ മഷായിഖാണ്. അതെങ്കിലും കേട്ട് പഠിച്ചു ചങ്ങായിമാരെ. വേറൊരു തീർപ്പ് എന്ത് ഉപകാരം ഉണ്ടെങ്കിൽ അതുമില്ല. കണ്ടോ ഈ കുട്ടി പറയണേ, വെറും കുത്തിത്തിരിപ്പിനായിട്ട് ഒരുങ്ങിക്കാണ് കോമാട്ടുചാലിൽ അബ്ദുള്ളയും കൂട്ടരും പിന്നെ കോളാമ്പിന്ന്. ഇതെങ്കിലും ഒന്ന് കേട്ടുകാണ്ട് എഴിയൽ ബുഖാരി തങ്ങൾ പറഞ്ഞതെങ്കിലും ഒന്ന് കേട്ട് പഠിച്ചൂടെ ചങ്ങായിമാരെ. ഈ കുട്ടി ചോദിക്കണേ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ വരെ എന്ത് ചെയ്യാണ്, ഈ കുരുവട്ടൂരികളെ സംബന്ധിച്ച് മനസ്സിലാക്കി ഇവർ കള്ളന്മാരാണ് എന്ന് മാത്രമല്ല, വൈലത്തൂർ തങ്ങൾ പറഞ്ഞ മാതിരി ലോക കള്ളന്മാരാണെന്ന് ജനങ്ങളും മനസ്സിലാക്കി, ചെറിയ കുട്ടികളടക്കം മനസ്സിലാക്കി. എന്നാൽ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ടുകാണ്ട്
ഒന്ന് പഠിച്ച് രംഗത്ത് വരിങ്ങൾ. അതല്ലാതെ വെറുതെ സുൽത്താനുൽ ഉലമയെയും ഉസ്താദിനെ അംഗീകരിക്കുന്ന ആൾക്കാരെയും പറഞ്ഞ് സ്റ്റേജ് കെട്ടുക. എ മുതൽ സെറ്റ് വരെ എ പി ഉസ്താദിനെയും എ പി ഉസ്താദിൻ്റെ അനുയായികളെയും ചീത്തറിയാം. എന്നിട്ടോ സുന്നി ആദർശ സമ്മേളനം, സുന്നി ആദർശ സമ്മേളനം എന്ന് ബാക്കിൽ വെച്ചിക്കുക. ഉപ്പും ചാക്കിൻ്റെ മുകളിൽ അല്ല പഞ്ചസാര ചാക്കിൻ്റെ മുകളിൽ ഉപ്പും പാക്കറ്റാണെന്ന് എഴുതിയേക്കണ മാതിരിയാ. പഞ്ചസാര ചാക്കിൻ്റെ മുകളിൽ ഇത് ഉപ്പും ചാക്കാണെന്ന് എഴുതിയേക്കണ മാതിരിയാണ്. ബല പരിപാടി. ഇത്തരം ഒരു വൃത്തിയായിട്ട മനുഷ്യന്മാർ